മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച വിദ്യാധരൻ മാസ്റ്ററാണ് കൂടെയുള്ളത്. മാഷെ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സന്തോഷം. ഈ ഒരു പുരസ്കാരം ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ ഇത്തവണ കിട്ടുമെന്ന്? ഞാൻ ഒരിക്കലും പാട്ടുകാരനായിട്ട് പുരസ്കാരം കിട്ടുന്നുള്ള ധാരണ എനിക്കില്ല. പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് വളരെ ചെറുപ്പത്തിൽ മദ്രാസിൽ പോയ ആളാണ് ഞാൻ. അന്നും പാടിയിരുന്നു. നാട് വിട്ടു പോകുന്നതിന് മുമ്പും പാട്ടുകാരനായിട്ട് നിന്നിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് പാട്ടുകാരനാണെന്ന് അറിയില്ലല്ലോ. പക്ഷെ അവിടെ ചെന്ന് ദേവരായ മാഷെ കണ്ട് അദ്ദേഹം വയലാറിൻ്റെ ഒരു പാട്ട് സംഗീതം ചെയ്തിട്ട് പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെയും കൂടെ അതിൽ ഭാഗഭാക്കാക്കി ജോയ് ചെയ്യിച്ച് ഞാൻ പാടിയിട്ടാണ് രംഗത്തേക്ക് വരുന്നത്. എൻ്റെ ബ്ലെസ്സിങ് അങ്ങനെയാണെന്നുള്ള വിശ്വാസം എനിക്ക്. അത് 100% സത്യമാണെന്ന് എൻ്റെ ജീവിതം തെളിയിക്കുക. പിന്നെ ഈ പാട്ടുകാരനായാൽ ഇപ്പോൾ വർഷം കുറേ കഴിഞ്ഞപ്പോഴാണ് പാട്ട് പാടാൻ ആൾക്കാർ വിളിക്കുന്നു. കുറേ പാടും. ഈ ഭാഷ നമ്മളൊക്കെ സംഗീത സംവിധായകൻ എന്നുള്ള രീതിക്കാണ് പലപ്പോഴും. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഒരുപാട് പാട്ടുകൾ ജനങ്ങൾ കൽപ്പാന്ത കാലത്തോളം പാടാത്ത മനുഷ്യരില്ല. അതെ, സ്വപ്നങ്ങൾക്ക് മധുരിതമുള്ള പാട്ട് അറിയാത്ത ആൾക്കാരില്ല. പാടുവാനെ വന്നിട്ട് പടിവാതിരിക്കുന്ന അറിയാത്ത ആൾക്കാരില്ല. നഷ്ടദുർഗങ്ങൾ അറിയാത്ത ആൾക്കാരില്ല. വീടിൻ്റെ പെരുമാറൽ അങ്ങനെ അനവധി പാട്ടുകൾ ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുക. അവിടെ മൈൽ സ്റ്റോൺ പോലെ നിൽക്കുക. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇത്രയും വൈകി എത്തിയൊരു പുരസ്കാരം എന്ന് കരുതുന്നുണ്ടോ? അല്ല, വൈകി എത്താന്നില്ല. നമ്മളങ്ങനെയൊന്നല്ല. നമുക്ക് സമയമാകുമ്പോൾ എന്തൊക്കെയാണ് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നന്ദിപൂർവ്വം സ്മരിക്കുക, അത് സ്വീകരിക്കാമെന്നല്ലാണ്ട് വേറൊന്നുമില്ല. അതൊക്കെ പൊതുജനത്തിനാണ്. അതൊക്കെ നമ്മുടെ എന്തെങ്കിലും തരത്തിൽ സ്വീകരിച്ച് ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറുന്നു, എന്നെ സ്നേഹിക്കുന്നു, അങ്ങനെയുള്ള പൊതുജനല്ലേ, അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക ഈ പാട്ടിൻ്റെ അവാർഡ്. ആ ഒരു പാട്ടിൻ്റെ ഒരു 2 വരി. പതിനാറോർത്തൊരു കനവിൽ ഇങ്ങനെ പാട്ട് തുടങ്ങാം. നല്ല പാട്ടാണ്, നന്നായിട്ടുണ്ട്. വേറൊരു പാട്ട് കൂടി ഏതെങ്കിലും. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്, ഓ കട്ടെടുത്തതാരാണ്, പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്, ഓ കൊയ്തെടുത്തതാരാണ്. കൽപ്പാന്ത കാലത്തോളം കാതരേതിയൻ മുന്നിൽ ഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെ പോലെ. എന്തായാലും മാഷിന്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഒരുപാട് മാഷിന്റെ ഗാനങ്ങളിലൂടെ ഒരുപാട് ഗായകർക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഗായകൻ എന്നുള്ളൊരു അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്തായാലും അതിന്റെ ഒരു സന്തോഷം അദ്ദേഹത്തിനുമുണ്ട്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.